ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിന് അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശോയുടെ നയപ്രഖ്യാപനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. അവിടുന്ന് ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തുടർന്ന് പറയുകയാണ്: ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നേതാവായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു വ്യക്തിയുടെ സവിശേഷതയെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന വ്യക്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമതായി പറയുന്നത്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അനേകര് ഈശോയിലേക്ക് കടന്നു വരുവാൻ ഒരു ആഗ്രഹമുണ്ടാകണം. ഒരു കൺവെൻഷനിലേക്ക് ഒരു നേതാവായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ആ പ്രദേശം മുഴുവൻ ദൈവജനം കൊണ്ട് നിറയണം. എല്ലാവരും ആത്മാവാൽ നവീകരിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവഹിതം അനുസരിച്ച് സമൂഹത്തെ പടുത്തുയർത്തുന്ന വ്യക്തികളായി തീരുവാൻ വേണ്ടിയുള്ള തീക്ഷ്ണമായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഏലിയായോട് ദൈവം ചോദിക്കുന്നുണ്ട്: നീ എവിടെയാണ്? ഏലിയ പറയുന്നുണ്ട്: ഞാൻ അങ്ങേപ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. അപ്പോൾ ആത്മാക്കളെ നേടിയെടുക്കുവാനുള്ള ഒരു ജ്വലനം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടണം. എപ്പോഴും നമ്മൾ അവയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നടക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അനേകം മക്കളെ, അതായത് ദരിദ്രരായിരിക്കുന്ന, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവരെ സുവിശേഷം അറിയിക്കാനുള്ള ഒരു അഭിവാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഏൽപ്പിച്ചത്. അഭിഷേകം എന്ന് പറയുന്നത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി വേണ്ടുന്ന കഴിവും കൃപയും എല്ലാം നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് ആ താലന്ത് കുഴിച്ചിടാതെ ധാരാളമായി പ്രവർത്തിക്കുവാൻ, 5 കിട്ടിയവന് 10 കൊടുക്കുവാൻ തക്കവിധം നീ സന്മനസ്സായി മുന്നോട്ട് ഇറങ്ങണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. നിന്റെ കഴിവുകൾ ഉപയോഗിക്കണം. നിന്റെ സമയങ്ങൾ കൊടുക്കണം. നിന്റെ സമ്പത്തും കൊടുക്കേണ്ടതായിട്ട് വരും. അതെ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് തിരുവചനം നമ്മൾ പറയും. തുടർന്ന് പറയുന്നത്, ബന്ധിതർക്ക് മോചനം. അനേക വ്യക്തികൾ ആത്മാവിൻ്റെ ബന്ധനത്തിലാണ്. അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അന്ധർക്ക് കാഴ്ച, കാണേണ്ട കാഴ്ചകൾ പലരും കാണുന്നില്ല. ആത്മീയമായ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാതെ വരുന്ന വ്യക്തികൾക്ക് ആ അന്ധത നീക്കി കാഴ്ച കൊടുക്കണം. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അവരെ തന്നെ അടിച്ചമർത്തപ്പെട്ടിരിക്കുക. ഒരുപക്ഷെ ഗിൽറ്റി കോംപ്ലക്സ് ആകാം, അത് കുറ്റബോധമാകാം, പല അപകർഷതയാകാം. ഞാൻ അമിതമായ പാപിയാണെന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാകാം. എനിക്കതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെ പല രീതിയിൽ ബന്ധനത്തിലായിരിക്കുന്നവരെ ആ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ സുവിശേഷം പ്രഘോഷിക്കുവാൻ,
കൃപ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും ആത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ആശ്രയ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.